Hello friends, welcome back to Technique Malayalam. And we are unboxing a flagship device. One of the eagerly awaited flagships, particularly for camera. That is Vivo X100 series. Now, Vivo X series is started X50 series, X60, X70, X80, X90 series, X100 series. Now, X100 series is two phones, X100 Pro, X100. നമ്മുടെ കയ്യിലിരിക്കുന്നത് വാനില X100 ആണ്. X100 Proന് കുറച്ച് വ്യത്യാസമുണ്ട്, എസ്പെഷ്യലി സൂം ലെവലിൽ ടെലിഫോട്ടോ ലെൻസിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, പിന്നെ ബാറ്ററി കപ്പാസിറ്റിയും അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോൻ്റെ X100 ആണ്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ വിശേഷങ്ങൾ പറയും, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ആസ്പെക്റ്റ്. അതിനൊപ്പം തന്നെ ബാക്കി എല്ലാ സ്പെക്സും ഫീച്ചേഴ്സും നമ്മുടെ എക്സ്പീരിയൻസും നമ്മളിതിലൂടെ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ വിവോ X100 സീരീസിൽ അൺബോക്സിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. അപ്പോൾ ഇതാണ് വിവോ X100 സീരീസിൻ്റെ ബോക്സ് പാക്കേജ്. X100 കോ എഞ്ചിനീയർഡ് വിത്ത് Zeiss ഇത് കാണാം. അതായത് വിവോ Zeiss ആണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഷവമി ലൈക്കയാണ് യൂസ് ചെയ്യുന്നത്, OnePlus ഹാസൽബ്ലാഡ്. അപ്പോൾ എല്ലാവർക്കും ഒരു ക്യാമറ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ വിവോൻ്റെയാണ് Zeiss ഒപ്റ്റിക്സ് X100 ഇത് കാണാം. ഇവിടെ നമുക്ക് 16GB RAM ആണ്, 512GB സ്റ്റോറേജ് ആണ്, സ്റ്റാർ ഗേസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ബ്ലൂവും എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് കളറും ഉണ്ട്. പിന്നെ ഹെഡ്സ് ആർ 0.951, ബോഡീസ് ആർ 0.686 ആണ് വരുന്നത്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. ചാർജർ എല്ലാം ബോക്സിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഒന്ന് പെട്ടെന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്നത് വിവോൻ്റെ X100 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്ന ഒരു സിം ഇജക്റ്റ് പിന്നാണ് ഇവിടെ ഒരു ബോക്സിനകത്ത്. ഇതിനകത്ത് എന്തൊക്കെയാണ്, നമുക്ക് ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസ് കണ്ടില്ലേ, ക്ലിയർ കേസാണ്. പിന്നെ നമുക്കിവിടെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം. ഇതിനകത്ത് SD കാർഡ് സപ്പോർട്ട് ഇല്ല, അത് മാത്രമേ ഉള്ളൂ. രണ്ട് ഡ്യുവൽ സിം കാർഡ് മാത്രമേ സപ്പോർട്ട് ചെയ്തിരിക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ വരുന്നത് ഒരു ചാർജറും അഡാപ്റ്ററാണ്. കണ്ടില്ലേ, 3.5mm USB Type-C to Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ചാർജർ ഹെഡാണ്, 120W അഡാപ്റ്ററാണ്. സോ വിവോൻ്റെ 120W ഫ്ലാഷ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ല, ഇവിടെ ഒരു മെറ്റൽ ചാസിയാണ് വരുന്നത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി നമ്മുടെ എഴുതിയത് കാണാം. അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്, ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിം ട്രേ, USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ബാക്കിൽ നമുക്ക് ക്യാമറ കാണാം. ക്യാമറ ഒരു സർക്കുലർ ലേ ഔട്ടാണ്. ഇവിടേക്ക് കണ്ടില്ലേ, ഒരു സ്ലൈറ്റ്ലി ബിഗർ റിംഗ് ആണ്. ഇവിടേക്ക് നമുക്ക് കുറച്ച് സ്മോളർ റിംഗ് ആണ്. പിന്നെ ഇവിടെ നമുക്കൊരു പാറ്റേൺ കാണാൻ കണ്ടില്ലേ, ഒരു പാറ്റേൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വിവോൻ്റെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ക്യാമറ യൂണിറ്റ് അത്രയ്ക്കൊരു പ്രൊജക്ഷൻ ഇല്ല, എന്നാലും ചെറിയൊരു പ്രൊജക്ഷൻ നമുക്ക് ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും. Zeiss എഴുതിയത് കാണാം. പിന്നെ Zeissൻ്റെ T-Star കോട്ടിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിസൈൻ. നല്ലൊരു പ്രീമിയം, ഇത് ഗ്ലാസ് ഫിനിഷാണ് കേട്ടോ. പ്രീമിയംനെസ് ഇതിനകത്ത് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഒരു പ്രീമിയം ലുക്കിംഗ് ഡിവൈസാണ്. ഇവിടെ നമുക്ക് LED ഫ്ലാഷ് കാണാം. ഇതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറേൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആണ്, പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വിവോൻ്റെ V2 ചിപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഐക്യൂല് കണ്ട മാതിരി തന്നെ ഇതിനകത്തും V2 ചിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചിപ്പാണ്. അതായത് പെർഫോമൻസും ഗെയിമിങ്ങിലും, ഹയർ ഫ്രെയിം റേറ്റ് ഗെയിമിങ്ങിലും, ക്യാമറ പെർഫോമൻസ് എല്ലാത്തിലും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചിപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ വളരെ മനോഹരമായ ഒരു ഡിവൈസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കാണാം, പ്രൈമറി സെൻസർ T-Star Zeiss എന്ന് എഴുതിയതും കാണാം. അപ്പോൾ ക്യാമറയിലൂടെ ഞാൻ പിന്നീട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ്. കാരണം 6.78 ഇഞ്ച് 3D കർവ്ഡ് AMOLED ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ഉള്ളൂ എന്നുള്ളതാണ് പ്രോബബ്ലി ഒരു ചെറിയ പോരായ്മ എന്ന് പറയുന്നത്. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ക്വാഡ് HD അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5K ഡിസ്പ്ലേ തരാമായിരുന്നു. കാരണം ക്വാഡ് HD ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നു വിവോ X100 പ്രോയിലേ ഉള്ളൂ. പിന്നെ LTPO പാനലാണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. LTPO പാനൽ ആയതുകൊണ്ട് തന്നെ 1 to 120 Hz നമുക്ക് റിഫ്രഷ് റേറ്റ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, ഇവിടെ നമുക്ക് റിഫ്രഷ് റേറ്റ് കാണാൻ സാധിക്കും. സ്ക്രീൻ റെസൊല്യൂഷൻ ആദ്യം കാണിച്ചു തരാം ഞാൻ. 1080p റെസൊല്യൂഷനും ഇവിടെ സൂപ്പർ ഡെഫിനിഷൻ
2800x1260 റെസൊല്യൂഷനും ഉണ്ട്. പിന്നെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ റെസ്പോൺസൊക്കെ വളരെ നല്ലതാണ്, വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. പിന്നെ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ വളരെ ക്ലിയർ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് കളേഴ്സും കൂടി ഡിസ്പ്ലേയിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഒരു അടിപൊളി പ്രീമിയം ഡിസ്പ്ലേ എക്സ്പീരിയൻസ്, നല്ല ബ്രൈറ്റ്നസ് ലെവൽസുമാണ് വരുന്നത്, പീക്ക് ബ്രൈറ്റ്നസ് ലെവൽസാണ്, നല്ല ബ്രൈറ്റ്നസ് ലെവൽസുമാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. പ്രോബ്ലി ഒരു ക്വാഡ് HD കൊടുക്കാമായിരുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ അടിപൊളി ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. അപ്പോൾ വിവോൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമുക്കറിയാമല്ലോ, നല്ല ഫാസ്റ്റാണ്. ഐക്യൂലൊക്കെ കണ്ട പോലെ തന്നെ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. നല്ല ഫാസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 5G ബാൻഡ് സപ്പോർട്ട് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. 5G എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. നമ്മുടെ ഇവിടെ എയർടെലും ജിയോൻ്റെ ഒക്കെ എല്ലാ 5Gയും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബാക്കിയുള്ള ആസ്പെക്ട്സ് പറയുക. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ വരുന്നത് വിവോൻ്റെ ഫൺ ടച്ച് OS ആണ്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സും ഫൺ ടച്ച് OS 14 ആണ് വരുന്നത്. അപ്പോൾ ഫൺ ടച്ച് OS 14 നമുക്ക് UI എന്ന് എടുത്ത് നോക്കാം. കുറച്ചൊരു ഡിഫറൻസ് ഒബ്വിയസ്ലി ഉണ്ട്, എന്നാലും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നുമില്ല. അബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഫൺ ടച്ച് OS വിവോൻ്റെ V2 ചിപ്പ് കാണാം. ഇത് പവർ ചെയ്തിരിക്കുന്നത് Dimensity 9300 ഒക്ടോകോ പ്രോസസ്സറാണ്. 3.25 GHz ആണ്. 16GB RAM ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 സ്റ്റോറേജ് ആണ് 512GB ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോണിൻ്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് പറയുക. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബ്ലോട്ട് വേസ് കാര്യമായില്ല, എന്നാൽ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ, ചെറിയ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ആണ്. ഫോർ എക്സാമ്പിൾ ഈസി ഷെയർ ഉണ്ട്. എന്നാലും ഏറെക്കുറെ ക്ലീൻ UI ആണ്. ബാക്കിയുള്ള ആപ്സൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താട്ടോ, അതൊന്നും പ്രീ ഇൻസ്റ്റാൾഡായി വരുന്നില്ല. പക്ഷേ എന്നാലും ഏറെക്കുറെ ക്ലീൻ UI എന്ന് വേണമെങ്കിൽ പറയാം. അൺവാണ്ടഡ് ബ്ലോട്ട് വേസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ടോഗിളൊക്കെ തന്നെ നല്ല, നമ്മൾ ഐക്യൂല് കണ്ട മാതിരി തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. എന്നാൽ പോലും ചില രീതിയിൽ ബ്രൗസർ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അത് ഐക്യൂല് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതൊരു അത്രയ്ക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ല ബ്രൗസർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്. അത് ഒന്നുകൂടെ റിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഫൺ ടച്ച് OS 14 ആണെങ്കിലും അത് കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് ബാക്കിയെല്ലാം കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫൺ ടച്ച് OS. ഓവറോൾ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഞാൻ ഡേ ടു ഡേ യൂസേജിൽ നോക്കിയിട്ട് ഒരു ഇഷ്യൂസും തന്നെ ഞാൻ കണ്ടില്ല. പിന്നെ ആൻറ്റുറ്റു ബെഞ്ച് മാർക്ക് സ്കോർ വേണമെങ്കിൽ ഇത് വളരെ പവർഫുൾ ചിപ്പാട്ടോ. അതുകൊണ്ടില്ലേ 20 ലക്ഷമാണ് ആൻറ്റുറ്റു ബെഞ്ച് മാർക്ക് സ്കോർ. Dimensity 9300 ഓൾമോസ്റ്റ് ആസ് ഗുഡ് ആസ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് വേണമെങ്കിൽ പറയാൻ തന്നില്ലേ. വളരെ പവർഫുള്ളായ ഒരു ചിപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആൻറ്റുറ്റു സ്കോറുണ്ട്. പിന്നെ ഗീക്ക് ബെഞ്ച് സ്കോർ ആണെങ്കിൽ പോലും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതുണ്ടല്ലേ, സിംഗിൾ കോർ സ്കോറിന് 2026, മൾട്ടി കോർ സ്കോർ 6550 ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഓൾമോസ്റ്റ് 2 വീക്സായി എനിക്ക് കിട്ടിയിട്ട് എൻ്റെ 2 വീക്സ് യൂസേജിൽ നമ്മൾ ഹെവി ക്യാമറ യൂസേജ് അല്ലെങ്കിൽ ഹെവി ഗെയിമിംഗ് കളിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ഹീറ്റ് ആവുന്നുണ്ട്. എന്നാൽ അതൊരു വലിയൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ചെറിയ രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഹീറ്റിംഗ് ബാറ്ററി കുറച്ചുകൂടി ഡ്രെയിൻ ആക്കുന്നുണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ എനിക്ക് കുറച്ച് ബാറ്ററി ഡ്രെയിൻ തോന്നിയായിരുന്നു. എന്നാൽ പോലും ഞാൻ വിശദമായി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ഇതിൻ്റെ ബാറ്ററി ഡ്രെയിൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Dimensity 9300 ഞാൻ പറഞ്ഞില്ല, അടിപൊളി പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്ക് അപ് ടു 16 GB സ്റ്റോറേജ് റാമും 512GB സ്റ്റോറേജുമാണ് വരുന്നത്. 12GB റാമുള്ള വേരിയൻറ്റും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൻറ്റുറ്റു ബെഞ്ച് മാർക്ക് സ്കോർ, ഗീക്ക് ബെഞ്ച് എല്ലാം തന്നെ വളരെ പവർഫുൾ ചിപ്പാണ്. അതിനൊപ്പം തന്നെ നമുക്ക് V2 ചിപ്പ് കൂടെ ഉണ്ട് വിവോൻ്റെ. അത് ഗെയിം ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഗെയിം ഫ്രെയിം ഇൻ്റർപൊളേഷൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിപ്പ് കൂടിയാണ്. അപ്പോൾ അതും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഹെവി ഗെയിംസ് കളിക്കുന്നവരാണെങ്കിലും വളരെ പവർഫുള്ളാണ് ഈ ഡിവൈസ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാം. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇത് ക്യാമറ സെൻട്രിക് ഡിവൈസാണ്. അപ്പോൾ നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ക്യാമറ അടിപൊളിയായിരിക്കും നമ്മളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിലും ബെറ്ററായ ഒരു എക്സ്പീരിയൻസ് ആണ് വിവോ X100 ഓഫർ ചെയ്തത്. ഇതിനകത്ത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ സോണി IMX 920 സെൻസറാണ്. അത് ഒരു 50 MP സെൻസറാണ്. 23mm ഫോക്കൽ ലെങ്ത് ആണ്. പിന്നെ f1.57 അപ്പേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ Zeiss ഒപ്റ്റിക് പ്രിസിഷൻ കാലിബ്രേഷൻ ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ സെക്കൻഡറി ടെലിഫോട്ടോ ലെൻസ് ആണ്. ഇതാണ് ടെലിഫോട്ടോ ലെൻസ്. അത് OmniVision OV64B എന്ന് പറഞ്ഞ സെൻസറാണ്. അത് ടെലിഫോട്ടോ ആണ്
തരുന്നത് അപ് ടു 3x ടെലിഫോട്ടോ ആണ് വരുന്നത്. 70mm ഫോക്കൽ ലെങ്ത് ആണ് വരുന്നത്. പിന്നെ തേർഡ് ക്യാമറ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സാംസങ്ങിൻ്റെ JN1 സെൻസറാണ്. അത് 50 മെഗാപിക്സൽ സെൻസറാണ്. f2.0 ഓപ്ഷനാണ്. പിന്നെ 4K 60 ഫ്രെയിം സപ്പോർട്ട് ഉണ്ട്. നൈറ്റ് സീനിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള. പിന്നെ ഇതിനകത്ത് ഇത്തവണ സൺ ക്യാപ്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ടെലിഫോട്ടോ ലെൻസ് സൺ ക്യാപ്ചറിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്താ പറയുക ക്യാമറ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ ആസ്പെക്ട്സ്. പിന്നെ ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം 0.6x 1x 2x 3x 10x വരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ സൂപ്പർ മാക്രോ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പ്രസ് ചെയ്താൽ അപ് ടു 100x വരെ നമുക്ക് പോകാവുന്നതാണ്. പിന്നെ UI നല്ല ഒരു UI ആണ്. പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ കളർ മോഡുണ്ട്, കളർ സ്റ്റൈൽ, വിവിഡ്, ടെക്സ്റ്റേർഡ്, സൈസ്, നാച്ചുറൽ, ഈ 3 കളർ മോഡാണ്. നമുക്ക് ഏത് വേണമെന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ സൈസ് നാച്ചുറൽ ഓപ്ഷനുണ്ട്, സൈസ് വിവിഡ് ഓപ്ഷനുണ്ട്. പിന്നെ ഇവിടെ മാക്രോ മോഡ് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ 4K 60 FPS സപ്പോർട്ടഡ് ആണ് എല്ലാ ക്യാമറാസിലും. അതായത് ടെലിഫോട്ടോ ആണെങ്കിലും പ്രൈമറി ക്യാമറ ആണെങ്കിലും എല്ലാത്തിലും തന്നെ എന്താ പറയുക അൾട്രാ വൈഡ് ആണെങ്കിൽ പോലും 4K 60 FPS സപ്പോർട്ടഡ് ആണ്. എന്നാൽ വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ സെൽഫി ക്യാമറയിൽ 1080p 60 FPS സപ്പോർട്ടഡ് ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു പോരായ്മയായിട്ട് പറയാൻ കണ്ടില്ലേ. 1080p 60 FPS സെൽഫിയിൽ സപ്പോർട്ടുള്ളൂ. ഇവിടെ നമുക്ക് മാക്സിമം 4K 60 FPS സപ്പോർട്ടുണ്ട്. ഇപ്പോൾ പോലും ആ ഒരു ഫീച്ചറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിട്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം കാണാം. ഇവിടെ പോർട്രേറ്റ് മോഡ് ഉണ്ട്. പോർട്രേറ്റ് മോഡിൽ ഒരു അടിപൊളി ഓപ്ഷൻ എന്താ വെച്ചാൽ 1.5x 35mm, ഇത് ബൈ ഡിഫോൾട്ട് 24 ആണ്. പിന്നെ നമുക്ക് 35mm 2.2x 50mm 85mm 100mm ഇങ്ങനെ 5 രീതിയിൽ നമുക്ക് പോർട്രേറ്റ്സ് എടുക്കാം. പിന്നെ ഇവിടെ പോർട്രേറ്റ്സ് കണ്ടു ഇവിടെ സൈസിൻ്റെ ഒരുപാട് ഫിൽറ്റേഴ്സ് കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഉണ്ട് സൈസ്, ബയോട്ടാർ, ബി സ്പീഡ്, സോനാർ, പ്ലാനാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ട അതേ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്ട്രോങ് ബൊക്കെ വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഓപ്ഷൻസ് അല്ലാണ്ട് പിന്നെ ഒരുപാട് എന്താ പറയുക ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്യൂട്ടി മോഡ്, ഇങ്ങനത്തെ നാച്ചുറൽ ടെക്സ്റ്റേർഡ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പിന്നെ സ്നാപ്ഷോട്ട്, നൈറ്റ് മോഡ്, ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ UI കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ക്യാമറ UI ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഉണ്ടല്ലേ ഡിഫറെൻറ്റ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്കുള്ള ഓപ്ഷൻസ്, പോർട്രേറ്റ് ലെൻസ് പാക്കേജ് കാണാം. അപ്പോൾ അടിപൊളി ഒരു പോർട്രേറ്റ് ലെൻസാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതാണ് Vivo X100 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ആസ് യൂഷ്വൽ അടിപൊളി ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് ആണ്, അതിൽ ഒരു സംശയം തന്നെ ഇല്ല. ഏതൊരു ക്യാമറ എടുത്താലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും പോർട്രേറ്റ്സ് ആണെങ്കിലും സെൽഫീസ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സെൽഫീസിൽ 4K റെക്കോർഡിംഗ് ഇല്ല എന്നുള്ള ഒരു പോരായ്മ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി അടിപൊളി ക്യാമറയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാമറ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ എനിക്ക് ക്യാമറ വളരെ ഇഷ്ടപ്പെട്ടു Vivo X100. ഇനി എൻ്റെ ബാറ്ററിനകത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 5000 mAh ബാറ്ററിയാണ്. 120 watt ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ലെസ് ദാൻ 30 മിനിറ്റ്സിൻ്റെ അടുത്താണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫുൾ ചാർജ് ആവുന്ന 5000 mAh ബാറ്ററി. അതിനൊപ്പം തന്നെ ഇതിനകത്ത് IP68 റേറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ. IP68 വരുന്നത് എനിക്ക് തോന്നുന്നു വിവോൻ്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പിലും അത് വരാറില്ല. ഇത്തവണ Vivo X100ലും IP68 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയേണ്ട ഈ IP റേറ്റിംഗിൽ IP68 എന്ന് പറഞ്ഞാൽ അപ് ടു ഹാഫ് ആൻ അവർ ഓഫ് വാട്ടർ സബ്മേർഷൻ 1.5 മീറ്റർ ഡെപ്തിൽ വരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വാട്ടറിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആട്ടോ. ഉപ്പുവെള്ളത്തിലിട്ട് നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടറിലൊക്കെ ഇട്ട് സ്വിമ്മിംഗ് പൂൾ ക്ലോറിനേറ്റഡ് വാട്ടറിലൊക്കെ ഇട്ടാൽ പ്രശ്നമാവും. പക്ഷേ എന്നാൽ റെഗുലർ വാട്ടറിൽ നമുക്ക് നാച്ചുറൽ വാട്ടറിൽ ഇട്ടാൽ കുഴപ്പം വരില്ല. അതാണ് IP റേറ്റിങ്ങിൻ്റെ കാര്യം. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യാവുന്നതാണ്. IP68 റേറ്റിംഗ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. അപ്പോൾ റെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ എഫക്റ്റ് ചെയ്യില്ല. ഈവൻ നമ്മൾ മഴയത്തൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഒരു കുഴപ്പവും വരില്ല എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിനകത്ത് Wi-Fi 7 സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തിക്നെസ് പറയുകയാൽ 8.49 mm ആണ് തിക്നെസ് വരുന്നത്. അതേപോലെ 206 grams ആണ് വെയിറ്റ് വരുന്നത്. അത്രയ്ക്കൊരു ഹെവി അല്ല, എന്നാൽ വളരെ ലൈറ്റ് വെയിറ്റും അല്ല. കാരണം ഇത്രയും വലിയ ക്യാമറ സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി അതിനനുസരിച്ചുള്ളൊരു വെയിറ്റ് ഡെഫിനറ്റ്ലി വരുമല്ലോ. അപ്പോൾ അത് ഇതിനകത്തുണ്ട്. പിന്നെ ഇത് ഫ്ലൂറൈറ്റ് AG ഗ്ലാസ് ബാക്ക് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു എന്താ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലൊരു ഹൈലൈറ്റിംഗ് ആസ്പെക്ട് IP68 റേറ്റിംഗ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു Vivo X100ൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡിവൈസ്. ഇതിൽ എനിക്ക് മേജറായി തോന്നിയൊരു പോരായ്മ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്
കുറച്ചും കൂടെ ബെറ്റർ ആക്കേണ്ടിയിരിക്കുന്നു. ഫണ്ട് ചോയ്സ് ഇംപ്രൂവ്ഡ് ആണ്, എന്നാൽ പോലും ഒരു പ്രീമിയം ഫോണിലുള്ള എക്സ്പീരിയൻസ് ഇപ്പോഴും കിട്ടുന്നില്ല. ചില നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത് 4K വീഡിയോസ് സെൽഫിക്ക് ഇല്ല എന്നുള്ളത് വേറൊരു പോരായ്മയാണ്. പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും തന്നെ എനിക്ക് തോന്നുന്നു വിവോ നല്ല ഒരു ഡിവൈസാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസിങ് ഒബ്വിയസ്ലി ഇതൊരു എക്സ്പെൻസീവ് ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസിങ് 16GB റാമിൻ്റെ പ്രൈസിങ് എനിക്ക് തോന്നുന്നു പ്രോബബ്ലി 70,000 റുപ്പീസിന് അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ 12GB റാം അറൗണ്ട് 65K ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഒരു ഗസ് ആട്ടോ. 65 70K ആയിരിക്കും പ്രൈസ് എന്നാണ് എൻ്റെ ഒരു ഗസ്. എങ്കിലും പ്രൈസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്താലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് വിവോ X100 Pro. അതിലും കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് X100 സീരീസാണ്, ഇതിലെ ബേസ് വേരിയൻ്റ് ആണ്. X100 ആണ്. X100 Proന് അതിലും വില കൂടുതലായിരിക്കും. അപ്പോൾ ഇതായിരുന്നു വിവോ X100 അൺബോക്സിംഗ് ആൻഡ് സോൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.